ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രൂസിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമുക്കായി ജീവിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം. ഈ നോമ്പ് കാലഘട്ടത്തിൽ സാമൂഹ്യ വാർത്താ മാധ്യമത്തിലൂടെ CSI മാങ്കുളം സഭ ഒരുക്കിയിരിക്കുന്ന ലണ്ടൻ മെഡിറ്റേഷനിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ സംരംഭത്തിന് നേതൃത്വം നൽകി വരുന്ന ഇവാഞ്ചലിസ്റ്റ് SS സുമജ് സുവിശേഷകരും CSI മാങ്കുളം സഭയിലെ കമ്മിറ്റി അംഗങ്ങളും വിശ്വാസികളും ഇതിൽ അഭിനന്ദനം അർഹിക്കുന്നു. ഈ നോമ്പ് ധ്യാനത്തിനായിട്ട് ഇന്ന് നമുക്ക് തന്നിരിക്കുന്ന വിഷയം കുരിശ് രക്ഷയുടെ പരിപൂർണത, ക്രോസ് അക്കംപ്ലിഷ്മെന്റ് ഓഫ് സാൽവേഷൻ. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ ജനത പശ്ചാത്താപത്തോടും അനുതാപത്തോടും ക്രൂശിലേക്ക് നോക്കുന്ന തിരുവെള്ളിയാഴ്ചയാണല്ലോ ഇന്ന്. പിതാവായ ദൈവത്തിൻ്റെ മാനവരാശിയോടുള്ള മഹാസ്നേഹത്തിൻ്റെ കവിഞ്ഞൊഴുക്കുന്ന രക്ഷാപദ്ധതിയാണ് കുരിശ്. തൻ്റെ പുത്രനെ മാനവജാതിയുടെ രക്ഷയ്ക്കായിട്ട് യേശു കുരിശിൽ യാഗമാക്കി തീർത്തു. അതായത് വലിയൊരു ശിക്ഷയിൽ നിന്നുള്ള വീണ്ടെടുപ്പാണ് ക്രൂശ് മരണത്തിലൂടെ സംഭവിച്ചത്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വചനം അത് സാക്ഷീകരിക്കുന്നു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ നമ്മെ സ്നേഹിച്ചു. ലോകത്തിൻ്റെ പാപം ചുമന്ന കുഞ്ഞാടായി വന്ന യേശു ഇനി വീണ്ടും വരുന്നത് അന്ത്യന്യായവിധിക്കായിട്ടാണ്. ഈ ലോക ജീവിതം എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല എന്ന് നാം ചിന്തിക്കരുത്. കാരണം ഇനി വരുമ്പോൾ യേശു ന്യായാധിപതി ആയിട്ടാണ് വരുന്നത്. കാരണം യേശു ജഡം ധരിച്ച് ഈ ലോകത്തിൽ പാപമില്ലാത്തവനായി ജീവിച്ച് പാപികളായ നമ്മുടെ ശിക്ഷ ഏറ്റെടുത്താണ് കാൽവരി ക്രൂശിൽ യാഗമായത്. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 8-ാം വചനത്തിലും 6-ാം വചനത്തിലും ഇപ്രകാരം വിശദമാക്കുന്നുണ്ട്: ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ പിതാവായ ദൈവം തൻ്റെ സ്നേഹം നമ്മോട് പ്രദർശിപ്പിക്കുന്നു. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. അതെ, നാം ബലഹീനരാണ്. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം മാത്രമാണ്. ലൈഫ് ഈസ് ഷോർട്ട് ആൻഡ് അൺസർട്ടൻ. നമ്മുടെ നൈമിഷികമായ ജീവിതത്തെ കുരിശിലൂടെ വീണ്ടെടുത്ത് രക്ഷിച്ച് നിത്യജീവൻ നൽകാനാണ് സ്വർഗീയ മഹിമകൾ വെടിഞ്ഞ് മനുഷ്യ സാദൃശ്യത്തിലായി ദാസരൂപമെടുത്ത് ഈ ലോകത്തിൽ ജീവിച്ച് നമുക്ക് വേണ്ടി ക്രൂശിന്മേൽ യാഗമായത്. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 12-ാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നു: ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഏത് പ്രായത്തിലും മരണം നിശ്ചയമാണ്. ഡെത്ത് ഈസ് ഷുവർ അറ്റ് എനി ടൈം. എപ്പോഴും ഒരു നിഴലായി നമ്മോട് കൂടെ നടക്കുകയാണ് മരണം. പാപത്തിൻ്റെ ശമ്പളമാണ് മരണം. എന്നാൽ ദൈവത്തിൻ്റെ കൃപാവരമാണ് യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭ്യമായ നിത്യജീവൻ. മനുഷ്യർക്ക് ദൈവത്തിൻ്റെ ന്യായവിധി ഒഴിവാക്കാനാവില്ല. ഗോഡ്സ് ജഡ്ജ്മെൻറ്റ് ഈസ് ഇന്നെവിറ്റബിൾ. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 27-ാമത്തെ വചനം പറയുന്നു: ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. മനുഷ്യ ജീവിതം നിത്യമായ ഒരു ന്യായവിധിക്ക് അധിഷ്ഠിതമാണ്. അതായത് മരണശേഷം മാനസാന്തരപ്പെടുവാൻ ഒരു സെക്കൻഡ് ചാൻസ്, രണ്ടാമതൊരവസരം നമുക്കില്ല. യേശുക്രിസ്തുവിൻ്റെ 2-ാം വരവിലാണ് അന്ത്യന്യായവിധി നടക്കുന്നത്. ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. യേശു തന്നെ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 27-ാം വചനത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നത് മനുഷ്യപുത്രൻ പ്രത്യക്ഷനാകുമ്പോൾ ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും എന്നാണ്. പാപക്ഷമ യേശുവിനോട് നാം പാപമേറ്റു പറയണം, എന്നാൽ മാത്രമേ ലഭ്യമാകുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങൾ പാപമായി തന്നെ നിലനിൽക്കുന്നു. സിൻ ഈസ് എക്സീഡിങ് സിൻഫുൾ. എന്നാൽ യേശു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് നമ്മുടെ സകല പാപവും ശുദ്ധീകരിക്കുന്നു. രക്താംബരം പോലെ കഠിനമായ പാപം പോലും ഹിമം പോലെ വെണ്മയാക്കുവാൻ യേശുവിൻ്റെ രക്തത്തിന് കഴിയും. നാം ഓർക്കേണ്ട ഒരു പരമപ്രധാനമായ വസ്തുതയാണ് നരകമെന്ന് പറയുന്നത് ഒരു ഭയാനകമായ യാഥാർത്ഥ്യമാണ്. ഹെൽ ഈസ് എ ഡ്രെഡ്ഫുൾ റിയാലിറ്റി. യേശു തന്നെ സുവിശേഷത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 28-ാമത്തെ വചനത്തിൽ പറയുന്നത്: ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിപ്പാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവിൻ. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്നും സുവിശേഷത്തിൽ യേശു വ്യക്തമാക്കുന്നു. ക്രിസ്തു യേശുവിന് മാത്രമേ
നമ്മെ രക്ഷിക്കാനായിട്ട് കഴിയുകയുള്ളൂ. ക്രൈസ്റ്റ് ക്യാൻ ഓൺലി സേവ് അസ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്ന് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം 12-ാമത്തെ വചനത്തിലൂടെ തിരുവചനം വ്യക്തമാക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 17:30 ദൈവം നമ്മോട് പറയുന്നത്, അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. ഈ നല്ല വെള്ളിയാഴ്ച ദിവസം ദൈവം തന്നിരിക്കുന്ന ഈ കൽപ്പനയോട് നമുക്ക് അനുസരിക്കാമോ? 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇന്നെന്ന പോലെ ഒരു ദിവസം നമ്മുടെ രക്ഷയ്ക്കായി കാൽവരിയിലെ ഉയർത്തപ്പെട്ട ആ ക്രൂശിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്താമോ? ഈ ചരിത്ര സംഭവത്തെ യേശുവിൻ്റെ അമ്മ തൻ്റെ കൂട്ടുകാരിയായ ബ്രിജിറ്റയോട് വിവരിക്കുന്ന ഒരു വേദന നിറഞ്ഞ വാചകങ്ങൾ പാരമ്പര്യ രേഖകളിൽ നിന്ന് മനസ്സിലാക്കാനിടയായി. നമുക്കും ക്രൂശ് മരണത്തോട് താതാത്മ്യപ്പെടുവാൻ മറിയ പറഞ്ഞ ഈ വാക്കുകളിലേക്ക് ശ്രദ്ധ ചെലുത്താം. ഞാൻ കാൽവരിയിൽ ചെന്നപ്പോൾ ക്രൂശും ഇരുമ്പാണികളുമെല്ലാം ഒരുക്കി വച്ചിരിക്കുന്ന കണ്ടു. പടയാളികൾ യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പരിഹസിച്ച് പറയുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. യേശുവിനോട് മേലങ്കി മാറ്റുവാൻ ആവശ്യപ്പെട്ടു. യേശു അതനുസരിച്ചു. പിന്നെ യേശുവിനോട് കുരിശിൽ കിടക്കുവാൻ പറഞ്ഞു. കൈകളെ നീട്ടുവാൻ ആവശ്യപ്പെട്ടു. പടയാളികൾ ആ കൈകളിൽ കൂർത്ത ഇരുമ്പാണികൾ ആഞ്ഞു തറച്ചു. വലത് കാലിന് മുകളിൽ ഇടത് കാൽ വെച്ചിട്ട് വലിയ നീളമുള്ള കൂർത്ത മറ്റൊരു ഇരുമ്പാണി ആഞ്ഞു തറച്ചു. അവർ തലയിൽ ഒരു മുൾക്കിരീടവും ആഞ്ഞു തറച്ചു വെച്ചു. രക്തത്തിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന രൂപം കണ്ട് ഞാൻ ബോധരഹിതയായി. കൺപോളകൾ അടച്ചും തുറന്നും യേശു എന്നെ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ വീണ്ടും യേശുവിനെ നോക്കിയപ്പോൾ അലറിക്കരയുന്ന ശബ്ദം എൻ്റെ കാതുകളിൽ ആഞ്ഞടിച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? രക്തം വാർന്ന് വികൃതമാക്കപ്പെട്ട മനുഷ്യരൂപമായി തീർന്നു എൻ്റെ മകൻ്റെ ശരീരം. അപ്പോൾ ചിലർ എന്നോട് വിളിച്ചു പറഞ്ഞു, മറിയം, നിൻ്റെ മകൻ മരിച്ചു. അതെ, നമ്മുടെ പാപത്തിൻ്റെ ശമ്പളമായ മരണമാണ് യേശു ക്രൂശിൽ വഹിച്ചത്. പാട്ടുകാരൻ ഇപ്രകാരം പറയുന്നു, അയ്യോ പാപത്തിൻ ശിക്ഷ ഭയങ്കരമേ, അയ്യോ പാപത്തിൻ ശിക്ഷ ഭയങ്കരമേ, ഇനി അടിയൻ എന്നീശോ അങ്ങേക്കായിരിപ്പേൻ, ഇനി അടിയൻ എന്നീശോ അങ്ങേക്കായിരിപ്പേൻ. വന്നേൻ കാൽവാരി കുരിശതിനരികെ, നോക്കി നിന്നേൻ എൻ പാപബലി ആയവനെ, നോക്കി നിന്നേൻ എൻ പാപബലി ആയവനെ. അനുതാപത്തോടും പശ്ചാത്താപത്തോടും വിനയത്തോടും നമ്മുടെ ജീവിതത്തെ പുനഃവിചിന്തനം ചെയ്യാം. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപക്ഷമ നേടി യേശു നമുക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യജീവൻ സ്വന്തമാക്കാം. അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആമേൻ.